കൊച്ചിയിൽ ആംബുലൻസിന് മുന്നിൽ വഴിമുടക്കി സ്കൂട്ടർ ഓടിച്ച യുവതിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 6 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. 7000 രൂപ പിഴയും ഈടാക്കി. ശ്യാംകുമാറുണ്ട് വിവരങ്ങളുമായി. ശ്യാം, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് കലൂർ മെട്രോ സ്റ്റേഷന് മുന്നിൽ നിന്ന് കലൂർ ജംഗ്ഷൻ വരെ അത്യാസന്ന നിലയിൽ ഒരു രോഗിയുമായി പോയ ആംബുലൻസിന് മുന്നിൽ യുവതി വഴിമുടക്കിക്കൊണ്ട് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം യുവതിയെ മോട്ടോർ വാഹന വകുപ്പ് വിളിച്ചു വരുത്തിയിരുന്നു. ഇതിന് പിന്നാലെ അവരുടെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. 7000 രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. സാമൂഹിക സേവന ചെയ്യാനുള്ള നിർദ്ദേശം അടുത്ത ദിവസം യുവതിക്ക് നൽകുമെന്നുള്ള ഒരു സൂചന കൂടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ആംബുലൻസ് ഡ്രൈവർ പകർത്തിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ സാമൂഹ്യ സേവനം ചെയ്യാനുള്ളൊരു നിർദ്ദേശം കൂടി നൽകുമെന്ന് പറയുന്നുണ്ടല്ലേ. ഇപ്പോൾ അങ്ങനെയുള്ള ശിക്ഷാവിധി നമ്മളൊക്കെ ആംബുലൻസിന്റെ ശബ്ദം കേട്ടാൽ പെട്ടെന്ന് എങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ എന്താണ് ആ യുവതിക്ക് സംഭവിച്ചതെന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം അവർ 2 വീലറാണ് ഓടിക്കുന്നത്. എന്നിട്ടാണ് അത് ഇഷ്ടംപോലെ സ്ഥലവും കിടപ്പുണ്ട്. പക്ഷെ എന്നിട്ടും മാറ്റിയില്ല. തീർച്ചയായിട്ടും ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ചില ആൾക്കാരുടെ കേസിൽ അവർ പെട്ടെന്ന് അങ്കലാപ്പിലാവും. ഈ ശബ്ദവും ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴേ അങ്ങനെ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എക്സ്പേർട്സ് ആയിട്ടുള്ളവരെ, നല്ല കൃത്യമായി വണ്ടി ഓടിക്കാൻ അറിയുന്നവർ അത് ഇഗ്നോർ ചെയ്യുന്നത്. പക്ഷെ അക്കാര്യത്തിൽ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നന്നാണ്.